അതുകൊണ്ട് ഇനിയിപ്പോ ആരെങ്കിലും നമ്മൾ അങ്ങനെ തരം താഴ്ത്തി കണ്ടാലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പരിഹസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ദറജ, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള സ്ഥാനം ആരുടെയെങ്കിലും പരിഹാസം കൊണ്ട് കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. നമ്മളതിൽ ഒരു കഥയിലൂടെ ആ സംഭവം മനസ്സിലാക്കി. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ അധ്യാപകന് ഒരു 500 രൂപ കാണിച്ച് ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളെല്ലാവരും കൈപൊക്കി, ഇതെല്ലാവർക്കും വേണം, ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ആ അധ്യാപകൻ ആ 500 രൂപനെ ഇങ്ങനെ കയ്യിലിങ്ങനെ ചുരുട്ടി മാട്ടക്കി എന്നാണ് കാണാൻ ഒരു കോലമില്ലാത്ത രൂപത്തിലേക്കാണ്. എന്നിട്ട് ചോദിച്ചു, ഈ 500 രൂപ ആർക്കെങ്കിലും വേണം? അപ്പോഴും കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം. പിന്നെ ആ അധ്യാപകൻ ആ നോട്ടിനെ ഒരു ചെളിയിൽ മുക്കിയിട്ട് ചോദിച്ചു, ഇതാർക്കെങ്കിലും വേണമെന്ന് വെച്ചു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു വേണമെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കുട്ടികൾക്കറിയാം ആ 500 രൂപയുടെ മൂല്യം. അതെത്ര ചെളിയിൽ മുക്കിയാലും എത്ര ചുരുട്ടി മടക്കിയാലും അതിന്റെ മൂല്യം കുറയാൻ പോകുന്നില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. എന്നതുപോലെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുഅ്മിൻ എന്നുള്ള മൂല്യം തന്നിട്ടുണ്ടെങ്കിൽ ആരതിനെ ചുരുട്ടി മറക്കിയാലും, ആര് പരിഹസിച്ചാലും, ആര് തരം താഴ്ത്തി കഴിഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നവും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ മജ്‌ലിസിലേക്ക്